എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് 3ാം ക്ലാസ്സിലേക്ക് ആകുമ്പോൾ, അതായത് കുട്ടി ജൂണിൽ സ്കൂളിൽ എത്തുമ്പോൾ അവന്റെ വൊക്കാബുലറിയും അതിനോടൊപ്പം പാഠവുമായി ബന്ധപ്പെട്ട ആശയങ്ങളും ഒരൽപ്പം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ ദിവസവും കുറച്ച് കാര്യങ്ങൾ പഠിച്ചു പോകുന്നു. ആ ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് വൊക്കാബുലറി, നമ്മുടെ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരു GK ചോദ്യം, വർക്ക്ഷീറ്റ് മോഡലുകൾ തുടങ്ങിയവ ലഭ്യമാകുന്നതാണ്. പുസ്തകത്തില് നമുക്ക് ആദ്യ ടേമില് ഓണപരീക്ഷ വരെ 4 ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്. ഗ്രീൻ എർത്ത്, ടു ദ വേൾഡ് ഓഫ് ആനിമൽസ്, വാട്ടർ ആൻഡ് സോയിൽ, ദ പവർ ഓഫ് ക്ലീൻലിനെസ്. ആദ്യത്തേത് മരങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നു, രണ്ടാമത്തേത് മൃഗങ്ങളുമായി ബന്ധപ്പെട്ടതും, മൂന്നാമത്തേത് വാട്ടർ ആൻഡ് സോയിൽ, ജലവും മണ്ണും, അവസാനത്തേത് വൃത്തി നൽകുന്ന ശക്തി എന്ന് പറയുന്നത് 2ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. രാജാവിന്റെ കഥ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വൃത്തിയുമായി ബന്ധപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ, അങ്ങനെ 4 ചാപ്റ്ററുകളാണ് നമ്മുടെ പാഠത്തില് ഉള്ളത്, നമ്മുടെ പുസ്തകത്തിലുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കേണ്ട പദങ്ങൾ, കുട്ടികൾക്ക് പുതുതായി പരിചയപ്പെടുത്തുന്ന 5 പദങ്ങൾ. എവേ, ഗോ എവേ നമ്മൾ പറയും. ഗോ എവേ, ദൂരെ പോകൂ. ഗോ എവേ, എവേ ദൂരെ. അടുത്തെന്നുള്ള വാക്കിന് നിയർ എന്ന വാക്ക് ഉപയോഗിക്കും. ഷേപ്പ്, രൂപം. ഷേപ്പ്ലെസ് ആണെങ്കിൽ രൂപം ഇല്ലാത്തത്. ക്ലീൻ, വൃത്തിയുള്ളത് എന്നുള്ള വാക്ക് കിട്ടും. ക്ലീൻലിനെസ് വൃത്തി എന്ന വാക്ക് തന്നെയാണ്. കണ്ടന്റ്, നമ്മളിപ്പോ നേരത്തെ പുസ്തകം വായിച്ചു. കണ്ടന്റ് ഉള്ളടക്കം. സോയിൽ, മണ്ണ്. അപ്പൊ ഈ വാക്കുകൾ ഒരു പഴയ ബുക്കിലോ മറ്റോ എഴുതുക, ഡേറ്റ് ഇട്ട് എഴുതുക. എന്നിട്ട് തൊട്ടടുത്ത ദിവസം കൊണ്ട് ഈ 5 വാക്കുകൾ പഠിക്കാൻ ശ്രമിക്കുക. GK ചോദ്യം ഇതാണ്. Trees help us by giving us something important to breathe. What is it? ഈ ചോദ്യം നോക്കുക. നമുക്ക് ശ്വസിക്കാൻ വേണ്ടുന്ന എന്തോ ഒന്ന്, ഒരു സാധനം ആര് നമുക്ക് തരാറുണ്ട്? പ്ലാന്റ്സ് തരാറുണ്ട്. അതെന്താണ്? GK ചോദ്യം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് GK സെറ്റ് എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് ചോദ്യ ബുക്ക് തയ്യാറാക്കാം. ആൻസർ ഓക്സിജൻ ആണ്. നമുക്ക് ശ്വസിക്കാൻ കഴിയുന്നത് ഓക്സിജൻ ആണ്. ഓക്സിജൻ. ഇനി പാഠവുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരെ ചാപ്റ്ററിലേക്ക് ഓടിക്കയറുന്നില്ല. നമ്മുടെ പുസ്തകത്തില് ഒരുപാട് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ചിത്രങ്ങളൊക്കെ ഒന്ന് നോക്കി അതിലെ ജീവികളെയൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. നമുക്കിപ്പോ എല്ലാ ജീവികളെയും നോക്കാം. ആരാണെന്ന് എഴുതുക. ഞാൻ വട്ടം വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങളുടെ പുസ്തകത്തിലുള്ള ആൾക്കാരെ, ഈ പേരുകളെ എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ സാധിക്കും. ഒന്ന് എഴുതി നോക്കുക. കുട്ടിയുടെ കയ്യിൽ ക്യാറ്റ് ഉണ്ടായിരുന്നു. ക്യാറ്റ് ഉൾപ്പെടുത്താം. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇതിന്റെ വർക്ക്ഷീറ്റ് മോഡൽ ഇതിനു മുമ്പേ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ഇൻസ്റ്റാഗ്രാം ലിങ്ക് വഴി വാങ്ങിക്കാവുന്നതാണ്. 3ാം ക്ലാസ്സിന്റെ 1ാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ട വർക്ക്ഷീറ്റ്, 2 യൂണിറ്റ് ടെസ്റ്റുകൾ എന്നിവ ഉൾപ്പെടെ ഉള്ള ഭാഗമാണ് A4 ഷീറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. ഇനി അതല്ല PDF രൂപത്തിൽ വേണമെങ്കിൽ ആ രീതിയിലും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഈ പേരുകൾ നിങ്ങൾക്ക് കേട്ടെഴുത്തായിട്ട് വേണമെങ്കിൽ എഴുതി കൊടുക്കാം. കുട്ടികളെ കൊണ്ട് 10 വാക്കുകൾ കേട്ടെഴുത്തായിട്ട് പറയുക. അവരെഴുതട്ടെ. എഴുതിയതിനു ശേഷം ശരിയാണെങ്കിൽ ശരിയിട്ട് കൊടുക്കാം, തെറ്റിട്ട് കൊടുക്കാം. അതിനുശേഷം അവയുടെ പേരുകൾ ഇംഗ്ലീഷിൽ എഴുതാൻ ശ്രമിക്കുക. ചിലതൊക്കെ കിട്ടും, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകും, കുഴപ്പമില്ല, ശ്രമിക്കട്ടെ. അപ്പോ ഇന്നത്തെ വാക്കുകൾ: ബട്ടർഫ്ലൈ, ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, വേം, വേം, എലിഫന്റ്, ബേർഡ്സ്, സ്പാരോ, സ്ക്യൂറൽ, ഡ്രാഗൺ ഫ്ലൈ, തുമ്പി, ഡ്രാഗൺ ഫ്ലൈ, മൈന. ഇനി രക്ഷിതാവിന് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ജീവികളെ ചിത്രം കാണിക്കാൻ കഴിയുമെങ്കിൽ ചിത്രം കാണിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ കുട്ടികൾക്ക് അറിയാമെങ്കിൽ അവയുടെ ഏതെങ്കിലും ഒരു പ്രത്യേകത പറയാനും കൂടി ആവശ്യപ്പെടുക, സംസാരിപ്പിക്കുക. ബട്ടർഫ്ലൈയുടെ ഒരു പ്രത്യേകത എന്താണ്? അതിന്
പറക്കാൻ കഴിയും, അല്ലെങ്കിൽ നിറമുള്ളവയാണ്, നല്ല രസമാണ് കാണാൻ. ഗ്രാസ് ഹോപ്പർ പുൽച്ചാടിയാണ്, ചാടി ചാടി പോകും. ഫ്രോഗ് കരയിലും വെള്ളത്തിലും ജീവിക്കും. വേംപുഴു ഇഴഞ്ഞിഴഞ്ഞാണ് പോകുന്നത്. ആന കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. പക്ഷികൾക്ക് പറക്കാൻ കഴിയും. അങ്ങനെ ഏതെങ്കിലും ഒരു സെന്റൻസ് വീതം അത് വേണമെങ്കിൽ ബുക്കിൽ എഴുതിപ്പിക്കാം. അപ്പം നമുക്ക് നല്ല രീതിയിൽ ഇത്രയും കാര്യങ്ങൾ, ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മാത്രം വർക്ക് ചെയ്താലും കുട്ടിയെ ഒരു ഏകദേശം അരമണിക്കൂറിൽ കൂടുതൽ എൻഗേജ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. വേനലവധി അപഹരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പോ നട്ടുച്ചയ്ക്ക് വെയിലത്ത് ഓടുന്നത് വേണമെങ്കിൽ ഒന്ന് ഒഴിവാക്കി ആ സമയം കുട്ടി ഒരല്പം എഴുത്തോ വായനയോ പരിശീലിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും എന്നുള്ള ലക്ഷ്യത്തോടെ